നമസ്കാരം. പടം പുരാണത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിൽ ഞങ്ങളുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു എപ്പിസോഡ് അപ്ലോഡ് ചെയ്തായിരുന്നു. നല്ല സന്തോഷമാണ് ഞങ്ങൾക്ക്. വളരെ നല്ലൊരു എക്സൈറ്റ്മെന്റോടുകൂടിയാണ് ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ നമ്മള് ഇത് ഒട്ടും പ്ലാൻ ഒന്നുമല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്ത് നോക്കാം, ഒരാളെങ്കിൽ ഒരാളത് കാണുമല്ലോ, ഒരു വീഡിയോ ഒരു വ്യൂ എങ്കിലും കിട്ടിയാൽ അതൊരു അച്ചീവ്മെന്റ് ആയിട്ട് എടുക്കാൻ. ഇന്ന് ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ഈ പടം പുരാണ ടീമിലേക്ക് ഒരു പുതിയ അതിഥി ഫ്രണ്ട് കൂടെ ഉണ്ട്. കൈലാസ് നമ്മുടെ സുഹൃത്താണ്. കഴിഞ്ഞ വീഡിയോയില് നമ്മള് പറഞ്ഞായിരുന്നു ചിലപ്പോ ഒരാള് ഇയാളാണ് ആദ്യമുള്ള നമ്മളൊരു കാഴ്ചപ്പാടിലുള്ളതാണ്. അതുപോലെ നമ്മള് പ്രതീക്ഷിക്കാതെ നമുക്ക് ഒരുപാട് പ്രേക്ഷകരിൽ നിന്നും നമുക്കറിയാത്ത ഒരുപാട് കമന്റുകള് തന്ന എല്ലാവർക്കും, വീഡിയോ കണ്ടവർക്കും ഞങ്ങൾക്ക് ഒരുപാട് നിർദ്ദേശങ്ങളും എല്ലാവർക്കും നന്ദി. അധികം കമന്റുകളൊന്നും കിട്ടിയിട്ടില്ല. 10 അത് മതി കിട്ടിയ നമുക്ക് വളരെ സന്തോഷം. നമ്മൾ ഒന്നുപോലും ആലോചിച്ചിരുന്നില്ല, ഞങ്ങൾ ഒന്നുപോലും വിചാരിച്ചില്ല. ഈ വീഡിയോക്ക് ഇത്രയും വ്യൂ പോലും പ്രതീക്ഷിച്ചതല്ല. പിന്നെ നമുക്കൊരു നെഗറ്റീവായിട്ട് കമന്റ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ലാങ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യിക്കണമെന്നായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഞങ്ങള് ഈ ഇവിടെയൊക്കെ കിടന്ന് ലോക്കലായിട്ട് സാധാരണക്കാരാണ്, പല പല ജില്ലയിലാണ്. ഇത് തിരുവനന്തപുരമാണ്, ഞങ്ങള് സ്ലാങ്ങിന്റെ കാര്യം എന്തായാലും നമ്മളത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. എന്തായാലും അഭിപ്രായം പറഞ്ഞത് നന്ദിയുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ, അല്ല, കുറച്ചു നേരം മുമ്പ് ഞാനൊന്ന് യൂട്യൂബ് നോക്കിയ നേരത്തെ അതിനകത്ത് ട്രെൻഡിങ് 1 ആയിട്ട് നിൽക്കുന്ന ഒരു പടം എന്ന് പറയുന്നത് ഒരു സോങ് ആണ്. അത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക അഭിനയിക്കുന്ന ഇപ്പൊ ഈ കാലത്ത് ഇറങ്ങാൻ പോകുന്ന ഒരു ഏറ്റവും ഹൈപ്പുള്ള ഒരു സിനിമയാണ് ഗ്രേറ്റ് ഫാദറിലെ കുക്കോഴി എന്ന് പറയുന്ന യൂട്യൂബിൽ ട്രെൻഡിങ് ആണ്. ഞങ്ങൾക്ക് ഈ സിനിമയോടുള്ള എക്സ്പെക്ടേഷൻസ്. ഇപ്പൊ ഈ സോങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുവരെ എല്ലാരും വിചാരിച്ചിരുന്നത് ഒരു ഫാൻസിന് വേണ്ടിയിട്ടുള്ള സിനിമയാണെന്നാണ്. പക്ഷെ ഈ സോങ് കണ്ടപ്പോ തന്നെ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി കുറച്ച് ഫാമിലി എലമെന്റ്സും കൂടി അനു പറഞ്ഞത് വളരെ നല്ലൊരു പോയിന്റാണ്. ബിക്കോസ് അതിന്റെ മോഷൻ പോസ്റ്റർ എല്ലാം പിന്നെ ഫസ്റ്റ് ടീസറും ആ കുട്ടിയുടെ സെക്കൻഡ് ടീസറും ഏകദേശം അതുപോലെ തന്നെ അതോ ലോകം ടച്ച് ആണ്. പക്ഷെ അതിനകത്ത് എന്നാലും ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ട്രോൾ ആയിട്ട് വാങ്ങി ഒരു ഡാഡിക്കുള്ള ഒരു ഫീൽ എനിക്ക്. പക്ഷെ ഓഗസ്റ്റ് സിനിമാസിന്റെ വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു പുള്ളി ഓഗസ്റ്റ് സിനിമാസിൽ വർക്ക് ചെയ്യുന്ന ആരാന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പുള്ളി ഇങ്ങനെ ഒരു ഇതില് കണ്ടതാണ്. പുള്ളി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഡി പുള്ളി ആണെന്ന് ഒരു പോസ്റ്റ് ആണ്, വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ. കുറച്ച് സിനിമ കുറച്ചു നേരം കണ്ടു കഴിയുമ്പോൾ അവർക്ക് അത് മനസ്സിലായിക്കോളും. പക്ഷെ എത്രത്തോളം സത്യമാണെന്നും അറിയത്തില്ല. മറ്റൊരു കാര്യം, ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണോ ഡൗട്ട് ആണ്. കാരണം ഫാമിലി അട്രാക്ട് ചെയ്യാനും അത് മാത്രമല്ല, ഇപ്പൊ ഇത് ഹൈപ്പ് ചില സിനിമകൾ ഗുണം ചെയ്യും, ചില സിനിമകൾക്ക് ദോഷം ചെയ്യും. ഈ ഗ്രേറ്റ് ഫാദറിന്റെ കാര്യത്തില് ഒരു ഓവർ ഹൈപ്പാണ് സത്യം. അപ്പൊ ഹൈപ്പ് ഒന്ന് ഡൗൺ ചെയ്യാൻ ടീസർ വരുന്നതിന് മുമ്പോ അതിന് മുമ്പ് തന്നെ ഈ ഹൈപ്പ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സ് ഒക്കെ. ഇപ്പൊ ടീസറിനെ പറ്റി പറയുകയാണെങ്കിൽ ടീസർ ഇപ്പം 1 കോടി അതുപോലെ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ സിനിമയ്ക്ക് ഒരു 2 ടോൺ കാണാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതുവരെ വന്നിട്ടുള്ള റിപ്പോർട്ട് ഉറപ്പ് പറയുന്നില്ല എങ്കിലും നിങ്ങൾക്കൊരു 75% വരെ വന്നത് ശരിയാണെന്ന് ഉള്ളൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമയും സെക്കൻഡ് ഹാഫ് മമ്മൂക്കയുടെ ഒരു ഷോ രീതിയിൽ ഒരു മാസ് ത്രില്ലർ രീതിയിലും ആയിരിക്കാം, ഉറപ്പില്ല. അത് മാത്രമല്ല, എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ആ ഒരു ടീച്ചർ കണ്ടപ്പോ ആ സീൻ എനിക്ക് ഓർമ്മ വന്നത് ബ്രേക്കിംഗ് ബാഡ് സീരീസ് എത്ര പേര് കണ്ടിട്ടുണ്ടോ. പക്ഷെ ആ ബ്രേക്കിംഗ് ബാഡിനകത്ത് ഒരു സീൻ എനിക്ക് ഓർമ്മ വന്നത്, ഒരു എക്സ്പ്ലോഷൻ നടത്തി ആ ഒരു സീൻ മറ്റേ ബിഹൈൻഡ് ക്യാമില് നമുക്ക് പറയാനുള്ളത് ആദ്യം ഡയറക്ടർ ഹനീഫ് അദാനി എന്ന് പറയുന്ന ഒരു പുതുമുഖ സംവിധായകനാണ്. പുള്ളിക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി
ആരെ അസിസ്റ്റ് ചെയ്തതായിട്ട് അറിവില്ല. പുള്ളിയാണെങ്കിൽ പുള്ളിയുടെ ഫസ്റ്റ് പടത്തിന് തന്നെ ഇത്ര ഹൈപ്പ് കിട്ടാന്ന് പറയുന്നത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, മരണവണ്ടി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടും അതിന്റെ കുറച്ച് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിന്റെ ഇതായിട്ടൊന്നും ട്രെയിലർ കണ്ടു, പിന്നെ അല്ലാതെ കുറച്ച് ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. മരണവണ്ടിയിലാണ്. പക്ഷെ ടെക്നിക്കലി അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഞാൻ കണ്ട അത്രയും ടെക്നിക്കലി ഒരു നല്ല മികച്ച നിൽക്കുന്നത്. നിങ്ങൾ എല്ലാവരും കാണണം. മരണവണ്ടി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമാണ്. സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. കാണാൻ സാധ്യതയില്ല, യൂട്യൂബിൽ ഫുൾ ഇല്ല, അത് കുറച്ച് മാത്രമേ കാണാൻ സാധിച്ചു. സോ ഈ മൂവി എന്നാണ് റിലീസ്? മൂവി മാർച്ച് 30. അത് ഇതുവരെയുള്ള മലയാള സിനിമയുടെ റിലീസിംഗ് ഫസ്റ്റ് ഡേ കളക്ഷൻ എല്ലാം ഏകദേശം 100%. കാരണം രാവിലെ 8:30 ഏറ്റവും റെക്കോർഡ് ഫാൻ ഷോ ആണ് ഇപ്പം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് പുലിയൂരിനായിരുന്നു റെക്കോർഡ് ഫാൻ ഷോ. പിന്നെ പലയിടത്തും എറണാകുളം സരിതയിലാണ് 12 മണിക്കുള്ള ടിക്കറ്റിനും ഇപ്പൊ റിസർവേഷൻ ആരംഭിച്ചു എന്നുള്ള ന്യൂസ് കണ്ടു. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് സിനിമാസ്. ഓഗസ്റ്റ് സിനിമാസ് എന്ന് പറയുമ്പോൾ ഒരു വാണിജ്യ കച്ചവട ലാഭം മാത്രം മുന്നിൽ കണ്ട് സിനിമ ചെയ്യുന്നവരല്ല. പക്ഷെ ഓഗസ്റ്റ് സിനിമാസിന്റെ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി. എനിക്കൊന്ന് ഡാവിന്റെ പരിണാമം ആ സിനിമ ഇതില് മാത്രമാണ് എനിക്ക് ഓഗസ്റ്റ് സിനിമാസിന്റെ കാര്യത്തിൽ ഒരു വിഷമം തോന്നിയത്. അവരെന്ന് പറഞ്ഞാൽ ഈ മനു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫൈനാൻഷ്യൽ അതൊരു വാണിജ്യ സിനിമ തന്നെയായിരുന്നു. മാത്തുക്കുട്ടി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂവിൽ പുള്ളി പറഞ്ഞത് ഇപ്പം മമ്മൂട്ടി രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് വെച്ച് പൈസ കിട്ടുക എന്നുള്ള ഒരു തന്ത്രമല്ല, ഒരു നല്ല സിനിമയുടെ ഭാഗമാകുക എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ആര്യ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ആൻഡ്രൂ സീപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ ബാലൻ ചേട്ടൻ. അതുപോലെ തന്നെ ഇപ്പൊ ഒരു നമ്മുടെ പുതിയ ലേറ്റസ്റ്റ് അതിന്റെ ഒരു സോങ് റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് എങ്ങനെ അഭിപ്രായം? അത് ഓപ്പണായിട്ട് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും നമ്മള് ചുമ്മാ പറയാൻ പറ്റത്തില്ല. നമ്മള് പ്രതീക്ഷ അത് ഹൈപ്പ് തന്നെ എന്ന് പറയാൻ ചിലപ്പോ. കാരണം അതുവരെ കണ്ട ടീച്ചറും ഇതൊന്നും അല്ലായിരുന്നു. അതുമായിട്ട് ഒരുപാട് വ്യത്യാസം വന്നതുകൊണ്ടാവാം ചിലപ്പോ. ഫാമിലി ആകർഷിക്കാന്നുള്ളത് കൊണ്ടായിരിക്കണം. എനിക്ക് ആ പാട്ട് കണ്ടപ്പോ മറ്റേ നമ്മുടെ ഭാസ്കർ നയൻതാരയും ആ കുട്ടികളുള്ള ഒരു സോങ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ടോണൊക്കെ പോലെ. പിന്നെ കുട്ടിയുടെ മേക്കപ്പും ഭയങ്കര മോശമാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്കൊരു നെഗറ്റീവ് ഫീൽ. എന്തായാലും പടം നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഇത് നമ്മുടെ കൂടെ തന്നെ മറ്റൊരു സോങ്ങും ഒരു ഇമോഷണൽ ആയിട്ടുള്ള വേറൊരു സോങ്ങും അതിന്റെ കൂടെ തന്നെ ഇറങ്ങിയായിരുന്നു. അത് വീഡിയോ ഔട്ടായില്ല. പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നയൻതാര ആയിരുന്നു നടിയെങ്കിൽ പക്ഷെ മമ്മൂട്ടി നയൻതാര കോമ്പിനേഷൻ കുറച്ചായിരുന്നു. പക്ഷെ മമ്മൂട്ടി നയൻതാര കാണാൻ നല്ലൊരു പേരാണ്. സ്നേഹ മോശമായിരുന്നല്ല, പക്ഷെ അവസാനം കണ്ട സ്നേഹയുടെ പടത്തിൽ തന്നെ പുള്ളിക്കാരിക്ക് ഡയലോഗ് ഒന്നുമില്ല. അതിൽ തന്നെ ഒരുമാതിരി ഇങ്ങനെ അഭിനയിക്കും, ഇങ്ങനെ നോക്കി നിൽക്കുന്നു എന്നുള്ളൊരു സംഭവം മാത്രമേ. അതുപോലെ ഇത് മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം ഇത്രയും ഈ ഒരു ആക്ഷൻ പാക്ട് സ്റ്റോറി എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ തിയേറ്ററിൽ പെട്ടെന്ന് പോയി കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവും. ഒരിക്കലും നമ്മളിപ്പോ ഒരു ഫുൾ ആക്ഷൻ സീക്വൻസ് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു മൂവി ആയിട്ട് കാണാൻ ആക്ഷൻ കാണും, ത്രില്ലർ കാണും. പക്ഷെ ഇതുവരെ ആൾക്കാർ അങ്ങനെ വിചാരിച്ചിരുന്നു. ഗ്രേറ്റ് ഫാദർ എന്ന് പറയുമ്പോ തന്നെ ഒരു അച്ഛൻ മകൾ ആ ഒരു റിലേഷന്റെ ആ ഒരു എന്തായാലും അത് കാണുന്നുള്ള അത് എന്തായാലും കാണും. ഫസ്റ്റ് ദ ഗ്രേറ്റ് ഫാദർ എന്ന് പറയുന്ന പടത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്കും പേരും ഒക്കെ കേട്ടപ്പോ തന്നെ ഒരു ഭയങ്കര ഒരു മാസ് മമ്മൂട്ടി മൂവി എന്ന് വെച്ചാൽ ഭയങ്കര ലൈക്ക് ഞാനൊരു കാര്യം എല്ലായിടത്തോട്ടും ഇതിന്റെ അകത്ത് മമ്മൂക്കയുടെ ലുക്കിനെ പറ്റി എനിക്ക് തോന്നുന്നു ഈ പടത്തിന് ഇത്രയും ഹൈപ്പ് വരാനുള്ള മേജർ റീസൺ പുള്ളിക്കാരന്റെ ലുക്കും മമ്മൂട്ടിയുടെ ഒരു ഡെഡിക്കേഷൻ ടു മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പുള്ളിയുടെ ഡെഡിക്കേഷൻ. ആര്യയുടെ ഒരു ഇതുണ്ടായിരുന്നു. ആര്യ പറഞ്ഞു പുള്ളിക്കാരനെ ഏതോ ഒരു ഫൈറ്റ് സീക്വൻസിൽ പുള്ളി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ പ്രായത്തിന് പുള്ളി ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ മമ്മൂട്ടിയെ ഈ ഒരു പ്രായത്തിൽ കാരണം ഈ ഒരു പ്രായത്തിൽ ഈ ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ലോക സിനിമയിൽ ആരുമില്ലെന്ന് പറയാം. അതിനുള്ള ഉദാഹരണമാണ്
ഇടയ്ക്ക് യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇറങ്ങുന്നുണ്ടായിരുന്നു ഈ പുറത്തുള്ളവരുടെ ഈ ഫോട്ടോ കാണിച്ച് ഞാനത് ചെയ്തിട്ടുണ്ട്. ഞാൻ പൂനെയില് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫോട്ടോ കാണിച്ചിട്ട് ഇത് ദുൽഖർ എല്ലാവരും പറയാം, ദുൽഖർ സൽമാന്റെ അച്ഛനാണ് ഇതെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവര് അപ്പോഴും അവരുടെ മുഖത്ത് അവര് എക്സ്പ്രഷൻസ് കാണുന്നത് മനസ്സിലാവും. ഞെട്ടലോട് കൂടിയാണ് മനസ്സിലാക്കുന്നത്. ഏതൊരു കട്ട മോഹൻലാൽ ഫാൻ ആണെങ്കിൽ പോലും മമ്മൂട്ടിയുടെ ലുക്കിനെ വെച്ച് കമ്പയർ ചെയ്യും, സമ്മതിച്ചു കൊടുത്തേ പറ്റും. നമുക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ പടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്ന ഗോപി സുന്ദർ. ഫസ്റ്റ് ടീച്ചർ തന്നെ ഒരു റാപ്പ് വേർഷൻ പോലെ ഗോപി സുന്ദറിന്റെ കാര്യം പറയുമ്പോൾ തന്നെ പുലിമുരുകൻ എന്ന സിനിമയുടെ ക്ലൈമാക്സ് അത്രയും ഒരു ഫൈറ്റ് സീക്വൻസ് ആണ്. അത് നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടി തിയേറ്ററിൽ നിന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് ആ പോഷൻ ഇഷ്ടപ്പെടത്തുള്ളൂ. അതിന് ഗോപി സുന്ദർ ഓടി നടന്ന എല്ലാ പടവും നല്ല രീതിയിൽ നല്ല മനോഹരമായിട്ട് രഞ്ജി പണിക്കരെ പോലെ ഓടി നടന്ന വ്യക്തിയാണ്. എന്തായാലും മമ്മൂക്കയെ പറ്റി പറയുകയാണെങ്കിൽ ബോക്സ് ഓഫീസിൽ ഇത്തിരി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിന്നിലോട്ടാണ് മമ്മൂക്ക. അപ്പൊ ഇതില് എന്തായാലും ഒരു വൻ തിരിച്ചുവരവ്. കസബ, ഗ്യാങ്സ്റ്റർ, അതുപോലെ തന്നെ പണ്ട് മമ്മൂക്ക ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് ന്യൂഡൽഹി കൂടെയും ഹിറ്റ്ലറിൽ കൂടെയും പിന്നെ ഉയർത്തെഴുന്നേറ്റ് വന്നത്. അപ്പൊ അതുപോലെ ഒരു വൻ ഗ്രേറ്റ് ഫാദർ എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് കംബാക്ക് ആയിരിക്കട്ടെ. മമ്മൂട്ടിയുടെ ഒരു ഗ്രേറ്റ് കംബാക്ക് ആണ് നമ്മളും ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാവരും കട്ടക്ക് ഫോം ആയി കഴിഞ്ഞാല് മമ്മൂട്ടി തീർച്ചയായും നല്ല ഹിറ്റ് സിനിമകൾ ഉണ്ടെന്നാല് ഞങ്ങൾക്ക് നമുക്ക് പ്രേക്ഷകർക്ക് തിയേറ്ററിൽ പോയി കാണാനും ആസ്വദിക്കാനും എന്തായാലും മമ്മൂക്കയ്ക്കും എല്ലാവർക്കും നല്ലൊരു വിജയമാണ്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വക എല്ലാവരുടെയും ഓരോ ലൈക്കും ഷെയറും പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ എന്ത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്ത് അത് തുറന്നു പറയുക. കാരണം ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്കൊരു തംസ് അപ്പ് നൽകുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഞങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാനും ചെറിയ ചെറിയ കുറവുകളെല്ലാം ക്ഷമിക്കുക. അപ്പോൾ വളരെ നന്ദി. പഴംപുരാണ് താങ്ക് യു. അത് പ്രോപ്പർ